മയ്യത്തിന്റെ അടുത്ത് പറയേണ്ട ചില ദുആകൾ, അതുപോലെ നമ്മുടെ ഒരു ആൾ മരിച്ചുപോയാൽ ആ മയ്യത്തിന്റെ കുടുംബക്കാർ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ. അൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തന്നെ ഈ സന്ദർഭം, അവരുടെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായ മരണപ്പെട്ട ആ സംഭവത്തെക്കുറിച്ച് പറയുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹദർതുമുൽ മരീദ അവൽ മയ്യിത്ത്, നിങ്ങളൊരു രോഗിയെ അല്ലെങ്കിൽ ഒരു മയ്യത്തിനെ സന്ദർശിച്ചാൽ ഫഖൂലു ഖൈറ, നിങ്ങൾ ഖൈർ പറയുക. കാരണം എന്താണ്, മയ്യത്തിനെ കാണുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ചിലപ്പോ വിഷമമുണ്ടായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോകും. പ്രത്യേകിച്ച് ദുർബലരായിട്ടുള്ള ആളുകൾ, ദുർബല മനസ്കരായിട്ടുള്ള ആളുകൾ, അവർ ചിലപ്പോ ഇയാൾ മരിച്ചു, ഇനി ഈ കുട്ടികൾക്ക് ആരും ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ ഇനി നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, നമുക്കിനി ആരുമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കളയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ മലക്കുകൾ ആമീൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ നിങ്ങൾ പറയത് ഖൈർ അല്ലാതെ പറയരുത്. ഫൈനൽ മലായികത്തു യുഅ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്ന വാക്കിന് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. ഖാലത്ത്, എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫലമ്മ മാത അബൂ സലമ, അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അതേതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽത്ത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന അബാ സലമ ഖദ് മാത്, എന്റെ ഭർത്താവ് അബൂ സലമ മരിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി വിവരം പറഞ്ഞു. ഖാല, അവിടുന്ന് പറഞ്ഞു, ഖൂലി, നീ പറയുക. അപ്പോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നിസ്കാരത്തിലല്ല, അതിന്റെ മുമ്പ് തന്നെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനുണ്ട്. നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. നമ്മുടെയൊക്കെ എത്ര ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. ഒരു പ്രാർത്ഥന വിശ്വാസം പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ഗ്ഫിർലി വലഹു, അല്ലാഹുവേ എനിക്കും അദ്ദേഹത്തിന് നീ പുറത്തു തരണേ, വഅഖിബ്നി മിൻഹു ഉഖ്ബ ഹസന, അദ്ദേഹത്തിന് പകരം എനിക്ക് നല്ല ഒരു ആളെ പകരം നൽകണേ. നമ്മുടെ ഉപ്പയാണ് മരിച്ചത് അല്ലെങ്കിൽ ഉമ്മയാണ് മരിച്ചത്, അള്ളാഹുവിന് കഴിയും അവർക്ക് പകരം അവരുടെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റുന്ന ഒരാളെ നമുക്ക് ഏർപ്പാടാക്കാൻ. അങ്ങനെ നീ പ്രാർത്ഥിക്കുക. ഫഖുൽതു, അങ്ങനെ ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചു. ഫഅഖബനില്ലാഹു മിൻഹു ഖൈറുൽ ലീ മിൻഹു, അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു എനിക്ക് അദ്ദേഹത്തെക്കാൾ നല്ല ഒരാളെ പകരം നൽകി. ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മഹാത്തുൽ മുഅ്മിനീൻപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽപ്പെട്ട ആളാണ് ഉമ്മു സലമ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിച്ചു. വഅൻഹ, അവർ തന്നെ പറയുന്നു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ തുസീബുഹു മുസീബ, ഏതൊരു അടിമയെയും ഒരു മുസീബത്ത് ബാധിച്ചാൽ, ഒരു അപകടം, ഒരു ദുരന്തം ബാധിച്ചു, ഒരു ബന്ധു മരിച്ചുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക നഷ്ടമുണ്ടായി, അല്ലെങ്കിൽ മാരകമായ രോഗം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു, ഇങ്ങനെ എന്തെങ്കിലും ഒരു മുസീബത്തുണ്ടായാൽ ഫയഖൂൽ, അവൻ ഇങ്ങനെ പറയട്ടെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളൊക്കെ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളവരാണ്, അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങാനുള്ളവരുമാണ് എന്ന് അവൻ പറയട്ടെ. എന്നിട്ട് അല്ലാഹുമ്മ ജുർനി ഫി മുസീബത്തി, അള്ളാഹുവെ എന്നെ ബാധിച്ച ഈ മുസീബത്തിന് എനിക്ക് നീ പ്രതിഫലം തരണേ, വഖ്ലിഫ് ലി ഖൈറൻ മിൻഹ, ഇതിനേക്കാൾ നല്ലത് എനിക്ക് നീ പകരം നൽകണേ എന്ന് പറഞ്ഞാൽ, ഇല്ല അജറഹുല്ലാഹു തആല ഫി മുസീബത്തിഹി, രണ്ട് കാര്യങ്ങൾ അവിടെ അള്ളാഹു നൽകും. ഒന്ന്, ആ മുസീബത്തിന് അള്ളാഹു ഒരു അജർ കൊടുക്കും, ഒരു പ്രതിഫലം നൽകും. ആവശ്യം നോക്കൂ, നമുക്കൊരു അധ്വാനവും ഇല്ലാതെ കിട്ടുന്ന പ്രതിഫലമാണ്. എന്തെങ്കിലും ഒരു വസ്തു നഷ്ടപ്പെട്ടു, അപ്പൊ കുറെ ദേഷ്യം പിടിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ചിലപ്പോൾ കുറ്റമായിരിക്കും കിട്ടുന്നത്. നേരെ മറിച്ച് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ആ നഷ്ടത്തിന് നമുക്കൊരു പ്രതിഫലം. രണ്ടാമത്, വഅഖ്ലഫ ലഹു ഖൈറൻ മിൻഹ, ആ നഷ്ടപ്പെട്ടത് എന്താണോ അതിനേക്കാൾ നല്ല ഒന്ന് അള്ളാഹുവിന് പകരം കൊടുക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, യാതൊരു സംശയവുമില്ല. ഖാലത്ത്, അവർ പറയുന്നു, ഫലമ്മാ തൂഫിയ അബൂ സലമ, അബൂ സലമ മരണപ്പെട്ടപ്പോൾ ഖുൽതു കമാ അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് പഠിപ്പിച്ച ദുആ ഞാൻ അതുപോലെ പറഞ്ഞു. ഫഅഖ്ലഫ അല്ലാഹു ലി ഖൈറൻ മിൻഹു, അള്ളാഹു എനിക്ക് അദ്ദേഹത്തെക്കാൾ നല്ലയാളെ പകരം നൽകി. റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹു ഉദ്ധരിച്ചതാണ്. ഈ ഹദീസിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, സബ്റിന്റെ ഫضل. സബ്ർ എന്നുള്ളത് വലിയ ഫലമുള്ള ഒരു കാര്യമാണ്. ആ അനുഭവിക്കുന്ന മുസീബത്തും നമുക്ക് ലഘൂകരിക്കപ്പെടും, എളുപ്പമാകും. അതിന് പുറമെ ആ മുസീബത്ത് മാറി അതിനേക്കാൾ നല്ലത് അല്ലാഹു തരും, പ്രതിഫലമുണ്ടാകും. ഇതൊക്കെ സബ്റിന്റെ ഫലമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫായിദ ഈ ഹദീസിലുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സുന്നത്തായ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളുടെ ഒരു ഫലം ഈ ഹദീസിൽ മനസ്സിലാക്കാം. ഇല്ല, മനുഷ്യന്മാർ പല പ്രാർത്ഥനകളും ഉണ്ടാക്കും. ഇന്ന കാര്യത്തിന് വേണ്ടി, റിസ്ക് വിശാലമാകാൻ വേണ്ടി ഇന്ന വാക്ക് ഇത്ര 1000 പ്രാവശ്യം പറയാ, ഇന്ന ആവശ്യത്തിന് വേണ്ടി ഇന്ന ദിക്ർ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും സ്വന്തം വക ഉണ്ടാക്കുന്ന ദിക്റുകളുണ്ട്. അതൊക്കെ ബിദ്അത്തുകളാണ്. അങ്ങനെ ഒരാവശ്യത്തിന് ഒരു പ്രത്യേക ദിക്ർ ചൊല്ലുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലോ പഠിപ്പിച്ചിരിക്കണം. അങ്ങനെയുള്ള കെട്ടിയുണ്ടാക്കിയ കൃത്രിമമായ ദിക്റുകൾ, ആളുകൾ പുതുതായി കടത്തിക്കൂട്ടിയ ദിക്റുകൾ, അത് പതിവാക്കുന്ന ആളുകളുണ്ട്, അതിന്റെ പിന്നാലെ സമയം കളയുന്ന ആളുകളുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തായ ദിക്റുകൾ അധികം ആളുകൾക്കും അറിയില്ല. ഇങ്ങനെയുള്ള പുതിയ പുതിയ ദിക്റുകളുടെ പിന്നാലെ പോകുന്ന ആളുകൾക്ക് അതൊന്നും അറിയില്ല.
അപ്പൊ സുന്നത്തായ ദിക്റുകളുടെ ഈ ഫضല് ഈ ഹദീസ് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് ഇത്തിബാ ചെയ്തപ്പോൾ കിട്ടിയത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭർത്താവായി കിട്ടിയവർക്ക്. അപ്പൊ ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും സുന്നത്ത് പിന്തുടർന്നാൽ. ഈ ഒരു ദിക്ർ മാത്രമല്ല, എല്ലാവിധ സുന്നത്തുകളും മനുഷ്യൻ പിന്തുടരാൻ തുടങ്ങിയാൽ അവന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം.